കൊച്ചി മെട്രോ റെയിലിന്റെ കൈവരിയിൽ നിന്നും റോഡിലേക്ക് ചാടി യുവാവിന്റെ ആത്മഹത്യാശ്രമം. മെട്രോ സർവീസ് നിർത്തിവെച്ചു. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടേക്കും SN ജംഗ്ഷനും ഇടയ്ക്കുള്ള സ്ഥലത്തായിരുന്നു ആത്മഹത്യാശ്രമം. എമർജൻസി പാസ്വേയിലൂടെയാണ് ഇയാൾ കൈവരിയിലെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എപ്പോഴായിരുന്നു സംഭവം? ഉച്ചയ്ക്ക് ഒരു 2:45 കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:45 കൂടിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ കയറിയതിന് ശേഷം വലിയ തോതിൽ ഭീഷണി മുഴക്കിയിരുന്നു. ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ ചാടുമെന്ന ഭീഷണി എല്ലാം മുഴക്കിയതിന് ശേഷമാണ് ഇയാൾ ചാടിയത്. അതിനിടയിൽ ഫയർഫോഴ്സ് എത്തി. നാട്ടുകാരും എല്ലാം തന്നെ താഴത്ത് എത്തിയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് എല്ലാവരും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ഇതിനിടയിലാണ് താഴത്തേക്ക് എടുത്ത് ചാടുന്നത്. താഴത്ത് ഒരു നെറ്റ് വിരിച്ചുകൊണ്ട് നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സും എല്ലാം ഈ ഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ചാടരുത് എന്ന പലവട്ടം അവർ താഴത്ത് നിന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇനി എന്തിനാണ് സ്വയം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ യുവാവ് താഴത്തേക്ക് ചാടിയത്. വടക്കേക്കോട്ട ജംഗ്ഷനും SN ജംഗ്ഷനും ഇടയ്ക്കുള്ള സ്ഥലത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം. ഇനി എന്തിനാണ് ജീവിച്ചിട്ട് കാര്യമെന്നെല്ലാം ഉള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് താഴത്തേക്ക് യുവാവ് എടുത്ത് ചാടുകയും ചെയ്യുന്നത്. എമർജൻസി പാസ്വേയിലൂടെയാണ് അകത്തേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എമർജൻസി പാസ്വേയിലൂടെ അകത്തേക്ക് കടന്നതിന് ശേഷമാണ് ഇതിൻ്റെ കൈവരിയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെയാണ് തൂങ്ങിപ്പിടിച്ച് ഏറെ നേരം നിന്നത്. ഇതിനിടയിൽ നാട്ടുകാരിൽ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരും പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ പിന്തിരിപ്പിക്കാനും തിരികെ കയറാനും എല്ലാം പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ ഫയർഫോഴ്സ് സംഘം മുകളിലേക്ക് കൂടിയും ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്തി. താഴത്തും ഫയർഫോഴ്സ് സംഘം ഉണ്ടായിരുന്നു. അവർ നെറ്റ് വിരിച്ച് താഴത്ത് സുരക്ഷിതമായി തന്നെ താഴത്തേക്ക് ചാടുകയാണെങ്കിൽ സുരക്ഷിതമായി താഴത്തേക്ക് വീഴുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും അതിന് കുറച്ചു മാറിയാണ് താഴത്തേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.